വയനാട് വടക്കനാട് കൊലയാളി കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം പുനരാരംഭിക്കും. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനായി ദൗത്യസംഘം പ്രദേശത്ത് ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തി. 5 കുങ്കി ആനകളാണ് ദൗത്യത്തിലുള്ളത്. 2 വെറ്റിനറി ഡോക്ടർമാരും സ്ഥലത്തുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, ഈ ആന നിരീക്ഷണത്തിൽ തന്നെ ഉണ്ടോ? അത് ഉൾക്കാട്ടിലേക്ക് പോകുന്ന സാഹചര്യമില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ദൗത്യം? ഏത് ഘട്ടത്തിലെത്തി? എൽദോ, വയനാട് വടക്കനാട്ട് പ്രദേശത്തെ കൊലയാളിയായ കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം വനംവകുപ്പ് തുടരുകയാണ്. 1 മാസം മുമ്പാണ് ഇവിടെയുള്ള രജീവ് എന്നൊരു യുവാവിനെ ഈ കാട്ടാന കൊലപ്പെടുത്തിയത്. അതിനുശേഷം കാട്ടാനെ പിടികൂടാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുട്ടിക്കൊമ്പനായുള്ള തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുകയാണ്. മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെക്കുന്നതിനായി ദൗത്യസംഘം കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് ശ്രമം തുടരുകയാണ്. ഒപ്പം 5ഓളം കുങ്കിയാനകളുടെ സഹായമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം മുട്ടിക്കൊമ്പനെ വനത്തിനോട് ചേർന്ന് കണ്ടെത്തിയിരുന്നു. ഈ ദൗത്യത്തിൽ 2 ഡോക്ടർമാരും വെറ്റിനറി ഡോക്ടർമാരും വനപാലകരോടൊപ്പമുണ്ട്. എന്തായാലും കഴിഞ്ഞ 8 ദിവസമായി മുട്ടിക്കൊമ്പനെ കണ്ടെത്താനുള്ള ദൗത്യം തുടരുകയാണ്. എൽദോ, ആന വനത്തിനുള്ളിലേക്ക് കയറിയതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ ഇന്നലെ പുലർച്ചെ 3 മണിയോടെ വനത്തിന്റെ അതിർത്തിയിൽ മുട്ടിക്കൊമ്പനെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വടക്കനാട് വള്ളുവാടി വനമേഖലകളിൽ ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ തുടർന്നെങ്കിലും ആനയെ കണ്ടെത്താനാവാത്തതിൽ ദൗത്യം ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ച മുതലാണ് കാട്ടാനയെ മയക്കുവെടി വെക്കുന്ന ദൗത്യത്തിന് തുടക്കമായത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ വള്ളുവാടിയിലെ വനാതിർത്തിയിൽ മുട്ടിക്കൊമ്പനെ മയക്കുവെടി വെച്ചെങ്കിലും ലക്ഷ്യം തെറ്റിയതിനാൽ ആന കാട്ടിലേക്ക് ഓടിമറയുന്ന ഒരവസ്ഥയുമുണ്ടായി. അതുപോലെ തന്നെ ചൊവ്വാഴ്ച വടക്കനാട് കണ്ണാറമ്പൻ കവലയിൽ വെച്ച് മയക്കുവെടി വെക്കാനുള്ള നീക്കത്തിനിടെ വനപാലകർക്ക് നേരെ മുട്ടിക്കൊമ്പൻ തിരിഞ്ഞതോടെ വനപാലകർ ഓടി രക്ഷപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും തുടർന്നും 2 ദിവസവും തിരച്ചിൽ വ്യാപകമാക്കിയെങ്കിലും ആനയെ ഇന്നലെ കണ്ടെത്തി. പക്ഷേ വെടി വെക്കാനായില്ല. ഇന്ന് രാത്രിയോടെ വീണ്ടും ദൗത്യം തുടരുമെന്ന് തന്നെയാണ് നമുക്ക് വനപാലകരിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഭാഗത്തുള്ള ജനങ്ങൾ ഭീതിയിലാണ്. ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിട്ടില്ല. ആന രാത്രി സമയങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്നലെ അല്ലെങ്കിൽ വെടിവെക്കാനുള്ള ശ്രമത്തിന് ശേഷം വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ പുലർച്ചെയായിരുന്നു വെടിവെക്കാനുള്ള ശ്രമം നടന്നത്. പക്ഷേ രാത്രിയൊന്നും തെരച്ചിലിൽ ആനയെ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ഇന്നും ദൗത്യസംഘം തിരച്ചിൽ തുടരും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത്. എൽദോ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.